നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഹൃത്തുക്കളെ? എന്താണ് ചേട്ടായി കാണിക്കുന്നേ? റോഡിന് കുറുകെ നിർത്തിയിട്ടാണോ ആളെ കയറ്റുന്നേ? അയ്യന്റെ മോനെ, ഒരു ദിവസം കടന്നവൻ എന്തൊക്കെ കാണണം. അയ്യയ്യോ, പാട്ടിപ്പോൾ കേൾക്കാനില്ലല്ലോ. നിർത്തിയൊന്നു നിർത്തിയതൊന്നും അല്ല, പാടണമെങ്കിൽ പാടാശോ. എന്റെ പാട്ടിൽ ഇത്ര ആരാധകരുണ്ടോ? ഓ ചേട്ടാ, ഇതുവഴി വണ്ടി വരുന്നുണ്ടേ, ഞാനത് പൊക്കോട്ടെ. ഇവിടെ എന്തത്ര ആള്? ഓ, ഇലക്ഷൻ വരുവല്ലേ. ആര് ജയിച്ചാരെന്താ തോറ്റാരെന്താ എല്ലാം മാത്തമാറ്റിക്സാ. എന്റെ അഭിപ്രായത്തിൽ രാജഭരണമാണ് നല്ലതെന്നാ തോന്നുന്നേ. ഓ, ഇപ്പോഴത്തെ ഭരണവും അതും തമ്മിൽ വലിയ മാറ്റമൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. മണ്ഡലകാലമായിട്ടൊരു അയ്യപ്പ പാട്ട് പാടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഈ സൗണ്ടിൽ അയ്യപ്പന്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ അയ്യപ്പൻ പുലിയെ വിട്ടെന്നെ കടിപ്പിക്കും. പുലി വന്നില്ലേലും പുലിയുടെ കുടുംബക്കാരന പൂച്ച ആയാലും വന്ന് എന്നെ കടിക്കും. എന്തിനാ വെറുതെ? ദൈവങ്ങളെ തൊട്ടുള്ള കളിക്ക് നമ്മളില്ലേ. പറഞ്ഞു തീർന്നില്ല, അതാ നെഞ്ചത്തൂടൊക്കെ വണ്ടി കയറി വരുന്നു. എന്നാലേ ആക്റ്റീവക്കാരൻ അമ്മാവോ ഓയ് വല്ലാത്ത പണി തന്നെ കാണിച്ചേ. വണ്ടി തിരിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ടിക്കറ്റ് ഇട്ടാ മതിയായിരുന്നു. ആ ചേട്ടന്മാരും പേടിച്ച് ഞാനും പേടിച്ചു. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഒന്നും ശരിയല്ലെന്ന്, ആകെ മോശയ്യേ. എന്നാ പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടി പാർക്കിനെ പോയാലും കവിതയായാലും. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകനെ, സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ, മിനാട്ടി. അങ്ങനെ എന്റെ എളിയ കവിത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തി എളിയ കലാകാരനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ തീർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.